ഹലോ എവരിവൺ, മോറൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റിക്കറുകൾ ഉപയോഗിക്കുന്നവരാണ്. സ്റ്റിക്കറുകൾ ഒന്നുകിൽ നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും അയക്കുന്ന സ്റ്റിക്കർ നമ്മളത് സേവ് ചെയ്ത് വെക്കും, അങ്ങനെയാണ് അയക്കാറുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏതൊരു കാര്യവും സ്റ്റിക്കറാക്കി വിടാൻ വേണ്ടി സാധിക്കും. സ്റ്റിക്കറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതില്ല. ഒരാളിപ്പോൾ ആവർത്തിച്ച് ഒരു കാര്യം ഒരാളോട് പറഞ്ഞു കൊടുക്കുക, കുറേ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റിക്കറാക്കി വിടുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരു കീബോർഡിൻ്റെ ആണ് ആവശ്യം. അപ്പോൾ ആ കീബോർഡിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ നിങ്ങളുടെ കീബോർഡായി സെറ്റ് ചെയ്യുക. ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, എവിടെയാണ് ഇന്ന് വരുമോ നീ എന്നൊക്കെ ഇവിടെ സ്റ്റിക്കറുകളുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റിക്കറുകൾ ഇവിടെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ മംഗ്ലീഷിലാണ് ഇവിടെ എപ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് ഇവിടെ ഒരു ചിഹ്നം കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എപ്പോൾ എന്നത് സ്റ്റിക്കറായി മാറി. പിന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റിക്കർ ആക്കി വിടാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇപ്പോൾ വേറൊരു വാക്ക് ഇവിടെ. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റിക്കറായി പോയി. അങ്ങനെ നമ്മൾ എന്തൊരു കാര്യവും വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിക്കറാക്കി വിടാൻ വേണ്ടി സാധിക്കും. നമ്മൾക്ക് ചില ആളുകൾക്ക് നമ്മൾ പലപ്പോഴൊക്കെ ബ്രോഡ്കാസ്റ്റ് വഴി മെസ്സേജുകൾ അയക്കും. അപ്പോൾ അവരെന്തെങ്കിലും തിരിച്ചയച്ചാൽ എല്ലാവർക്കും ഒരേ വിഷയം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി.